എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 പബ്ലിക് എക്സാമിനേഷൻ മാർച്ച് 1 തീയതി മുതൽ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലർക്കും ഉണ്ടാകുന്ന സംശയങ്ങളാണ്, +2 പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും ജയിക്കുമോ? അതുപോലെ തന്നെ ഈ ഒരു +2 പരീക്ഷയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൽ മിനിമം മാർക്ക് ലഭിച്ചിട്ടില്ല, അതായത് ആ ഒരു സബ്ജക്റ്റ് പരാജയപ്പെട്ടു, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സേ പരീക്ഷ ഈ വർഷം ഉണ്ടായിരിക്കുമോ? അതുപോലെ തന്നെ കീം 2024 അതുപോലെ തന്നെ നീറ്റ് 2024 എക്സാമിനേഷൻസിന് നിങ്ങളുടെ +2 മാർക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ +2 തോറ്റു കഴിഞ്ഞാൽ ആ ഒരു പരീക്ഷയെ ബാധിക്കുമോ എന്നിങ്ങനെ നിരവധി സംശയങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു +2 പബ്ലിക് എക്സാമിനേഷൻസിൽ എല്ലാവരും ജയിക്കുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും ജയിക്കില്ല. അതായത് നിങ്ങൾ എങ്ങനെയാണ് എക്സാമിനേഷൻ, അതായത് നന്നായിട്ട് എഴുതുന്നോ അതുപോലെ കറക്റ്റ് പോയിന്റ് തന്നെ എഴുതുന്നുണ്ടോ എന്നുള്ളത് അനുസരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു +2 പരീക്ഷ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് പറയാനായിട്ട് സാധിക്കുക. അതായത് ഈ ഒരു +1ൻ്റെ 60ൻ്റെയും അതുപോലെ തന്നെ +2വിൻ്റെയും ടോട്ടൽ സബ്ജക്റ്റ് കൂട്ടുന്ന സമയത്ത് 60 മാർക്ക്, അതായത് ഒരു വർഷത്തിൽ 60 മാർക്കുള്ള സബ്ജക്റ്റിന് നിങ്ങൾക്ക് അറിയാം 18 മാർക്കാണ് ജയിക്കാനായിട്ട് ഒരു വർഷത്തേക്ക് TE മാർക്ക് വേണ്ടത്. അപ്പോൾ 2 വർഷത്തേക്ക് ടോട്ടൽ 36 മാർക്ക്, അതായത് +1 +2 കൂട്ടിയിട്ട് നിങ്ങൾക്ക് 36 മാർക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു +2വിൽ ആ ഒരു സബ്ജക്റ്റ് പാസ്സാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണ് ഒരു വർഷം ഉള്ളതെങ്കിൽ അതിൽ 24 മാർക്കാണ് ഒരു വർഷം പാസ്സാവുന്നതിനായിട്ട്, അതായത് മിനിമം മാർക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു മിനിമം മാർക്ക് ടോട്ടൽ 2 വർഷം കൂട്ടി ടോട്ടൽ, അതായത് 160ൽ 48 മാർക്കാണ് നിങ്ങൾക്ക് TE മാർക്കായിട്ട് ജയിക്കാനായിട്ട് വേണ്ടത്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക്, അതായത് ഇംഗ്ലീഷിന് ടോട്ടൽ TE മാർക്ക് 48ഉം അതുപോലെ തന്നെ കെമിസ്ട്രി ഇതുപോലുള്ള സബ്ജക്റ്റുകൾക്ക് ടോട്ടലായിട്ട് 2 വർഷം കൂടി ജയിക്കാനായിട്ട് 36 മാർക്കുമാണ് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ടത്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ +2 പാസ്സാവും എന്നുള്ളത് നമുക്ക് പറയാം. അതിൽ കൂടുതൽ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അത് ബെനിഫിറ്റ് ചെയ്യും. അതായത് നിങ്ങൾക്ക്, അതായത് ഈ ഒരു ഓരോ എക്സാമിനേഷൻസിനും അതുപോലെ ഡിഗ്രി പ്രവേശനത്തിനൊക്കെ ആ ഒരു മാർക്ക് കൂടുതൽ വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് ഗുണപ്രദമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു +2 പരീക്ഷ നിങ്ങൾക്ക് ഈ ഒരു +2 പരീക്ഷയും കീമിൻ്റെ എക്സാമിനേഷനുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കീം 2024 അതുപോലെ തന്നെ നീറ്റ് 2024 എന്നിങ്ങനെയുള്ള എക്സാമിനേഷൻസിൽ പ്രധാനമായിട്ടും പരിഗണിക്കുന്നത് നിങ്ങളുടെ +2വിൻ്റെ മാർക്ക് മാത്രമാണ്. അതായത് +1ൻ്റേത് കൂട്ടാതെയുള്ള ഈ ഒരു സെക്കൻഡ് ഇയർ നിങ്ങൾ എഴുതാനായിട്ട് പോകുന്ന എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സാമിനേഷൻ്റെ മാർക്കാണ് ഇതിൻ്റെയൊക്കെ എലിജിബിലിറ്റി ആയിട്ട് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കീം എക്സാമിനേഷനിൽ തന്നെ, അതായത് ഏകദേശം 5ഓളം വിഭാഗങ്ങളുണ്ട്, അതായത് ഈ ഒരു കീം വഴി പ്രവേശനം ലഭിക്കുന്നത്. അപ്പോൾ കീം എക്സാമിനേഷൻ എഴുതുക വഴി നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ആർക്കിടെക്ചർ അതുപോലെ തന്നെ മെഡിക്കൽ അതുപോലെ തന്നെ ഫാർമസി മേഖലകളിലേക്കുള്ള ആ ഒരു കോഴ്സുകളിലേക്കാണ് പ്രവേശനം ലഭിക്കുക. ഈ ഒരു കീം എഴുതുക വഴി നിങ്ങൾക്ക്, അതായത് ഈ ഒരു കീമിൽ ഈ ഒരു നേരത്തെ പറഞ്ഞ ആ ഒരു കോഴ്സുകളിലൊക്കെ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ അതുപോലെ തന്നെ ഫാർമസി കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു കീം എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എക്സാമിനേഷൻ എഴുതേണ്ട വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ ഫാർമസി കോഴ്സും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ്. ആർക്കിടെക്ചറിന് നാറ്റ എക്സാമിനേഷനും മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് വഴിയുള്ള ആ ഒരു നീറ്റിൻ്റെ സ്കോറുമാണ് നിങ്ങൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നീറ്റ് എക്സാമിനേഷനാണ് എഴുതേണ്ടത്. ഇനി വിദ്യാർത്ഥികൾ ഈ ഒരു കീമിൻ്റെ +2 മാർക്കുമായിട്ടുള്ള ബന്ധം പറയാം. അതായത് നിങ്ങൾ ഈ ഒരു കീം എക്സാമിനേഷൻ എഴുതിയ ശേഷം നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു മാർക്ക് പ്രസിദ്ധീകരിക്കും. മാർക്ക് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് നിങ്ങളുടെ +2ൻ്റെ മാർക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകുകയോ അല്ലെങ്കിൽ അതിൽ വന്നിട്ടുള്ള മാർക്ക് കറക്റ്റാണ് എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യുകയാണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക്, അതായത് ഈ ഒരു +2 പരീക്ഷ നിങ്ങൾ പാസ്സായിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനായിട്ടുള്ള അവസരം ലഭിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു എഞ്ചിനീയറിംഗ് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളൊക്കെയാണ് എങ്കിൽ, അതായത് കീം എഴുതാനായിട്ട് ഇരിക്കുന്ന സയൻസ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും +2 പരീക്ഷ പാസ്സായിരിക്കേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫാർമസി കോഴ്സിലേക്കാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു +2ൻ്റെ മാർക്ക് പ്രത്യേകിച്ച് പ്രോബ്ലം ഇല്ല. അത് നിങ്ങൾക്ക് ജയിച്ചാൽ മാത്രം മതിയാകും. സേ എഴുതിയിട്ടാലും ജയിച്ചാലും ഫാർമസി കോഴ്സിലേക്ക് പ്രവേശനം നേടാൻ സാധിക്കും. കാരണം ഫാർമസി കോഴ്സിൽ നിങ്ങളുടെ +2ൻ്റെ മാർക്ക് നിങ്ങൾക്ക് പരിഗണിക്കുന്നില്ല. അതായത് +2വിന് പകരം നിങ്ങൾക്ക് ഈ ഒരു കീമിൽ ലഭിക്കുന്ന, അതായത് പേപ്പർ 1 ആയിട്ടുള്ള ഈ ഒരു, അതായത് കെമിസ്ട്രി ഫിസിക്സിൻ്റെയും മാർക്കാണ് പരിഗണിക്കുക. എന്നിരുന്നാലും +2 പാസ്സായിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ
പാസ്സാവുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ എത്ര മാർക്ക് പറ്റുമോ അത് വായിക്കുന്നത് നല്ലതാണ്. ഇനി നീറ്റിൻ്റെ കാര്യം പറയാം. നീറ്റിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത് +2 ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ഈ ഒരു ബയോളജി എന്നിവയ്ക്കുള്ള 50% മാർക്കാണ് പറയുന്നത്. അതുപോലെ തന്നെ ചില വിഭാഗങ്ങൾ ഉൾപ്പെട്ടുള്ളവർക്ക് 40% മാർക്ക് മാത്രം മതി ഈ ഒരു +2. അപ്പോൾ എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത് നിങ്ങളുടെ ആ ഒരു +2 ആ ഒരു പാസ്സായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പാസ്സാവാതിരുന്നാൽ അതിൻ്റെയും ആ ഒരു റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനായിട്ട് സാധിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ +2 പരീക്ഷ പാസ്സാവേണ്ടത് നിർബന്ധമാണ്. നീറ്റിൻ്റെ സ്കോർ ആ ഒരു റാങ്ക് തയ്യാറാകുമ്പോൾ നിങ്ങളുടെ +2 മാർക്ക് പരിഗണിക്കുന്നില്ല എങ്കിലും നിങ്ങൾ +2 പാസ്സായിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതായിരിക്കും, അതായത് ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു +2 പരീക്ഷയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്ത് +2 പാസ്സാകുന്നതിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, അതുപോലെ തന്നെ നീറ്റിന് പുറമേ നിങ്ങൾക്ക് JEE ഉണ്ട്, NAT ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് അതായത് CUET എക്സാമിനേഷൻ ഉണ്ട്, അതായത് യൂണിവേഴ്സിറ്റി പ്രവേശനത്തിനായിട്ടുള്ള എക്സാമിനേഷനാണ്. അതുപോലെ തന്നെ JEE അഡ്വാൻസ് ഉണ്ട്, IIT, IIIT ഇതുപോലുള്ളവയിലേക്കുള്ള പ്രവേശനത്തിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ +2 നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ച് ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇനി ഏകദേശം 1 മാസമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് എക്സാമിനേഷനായിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് +2 തോറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സേ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുമോ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സേ പരീക്ഷ ആർക്കൊക്കെയാണ് എഴുതാനായിട്ട് സാധിക്കുക എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് വരാം. ആർക്കൊക്കെയാണ് ഈ ഒരു +2 പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക എന്നുള്ളത്, അതായത് +2 സേ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക എന്നുള്ളത് ഈ വർഷത്തെ 2024 +2 പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ ഒരു +2 സേ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അതായത് സേ പരീക്ഷയ്ക്കായിട്ട് പ്രത്യേകം പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കില്ല. അതായത് +2 പബ്ലിക് എക്സാമിനേഷൻ 2024 ആരൊക്കെയാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് ആ ഒരു വിദ്യാർത്ഥികൾക്ക് മാത്രമേ +2 സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ +2 പബ്ലിക് എക്സാമിനേഷൻ ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു +2 സേ പരീക്ഷ എഴുതുന്നതിനായിട്ടുള്ള അവസരം ലഭിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ +2 പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് +2 പരാജയപ്പെട്ട് കഴിഞ്ഞാലും +2 സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ട് ആ ഒരു +2 പേപ്പർ നിങ്ങൾക്ക് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഈ ഒരു +2 പരാജയപ്പെടുകയാണ് എങ്കിൽ +2 സേ പരീക്ഷ ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു +2 പരീക്ഷയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഈ ഒരു അതായത് ഏതെങ്കിലും സബ്ജക്റ്റ് പരാജയപ്പെടുകയാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒറ്റൊരു സബ്ജക്റ്റിൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് ഈ ഒരു സേ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ സേ പരീക്ഷ എന്ന് പറഞ്ഞാൽ +2 തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 6 സബ്ജക്റ്റും സേ പരീക്ഷയായിട്ട് എഴുതാം. അതേസമയം പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു സബ്ജക്റ്റ് മാത്രമേ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ ഒരു സേയോ ഇമ്പ്രൂവ്മെൻറ്റ് ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഒരു വിദ്യാർത്ഥിക്ക് ഒരേ സമയം ചെയ്യാൻ സാധിക്കുള്ളൂ. ഒന്നുകിൽ സേ പരീക്ഷ എഴുതാം, അതായത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു വിഷയത്തിന് മാർക്ക് കുറവുണ്ട്, നിങ്ങൾ 4 വിഷയത്തിന് തോറ്റിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ ആ ഒരു തോറ്റ 4 വിഷയങ്ങൾ മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ആ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ആ ജയിച്ച സബ്ജക്റ്റ് വേണമെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിനായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ തോൽക്കാനൊന്നും നിൽക്കേണ്ടതില്ല. കാരണം 1 മാസം നിങ്ങൾക്ക് മുമ്പിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അത് വെച്ച് നന്നായിട്ട് പഠിച്ച് പാസ്സാകുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് പാസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു +2 സേ പരീക്ഷ എഴുതിയിട്ട് ജയിക്കേണ്ടി വരും. അതുപോലെ തന്നെ സേ പരീക്ഷയിലും പരാജയപ്പെടുകയാണെങ്കിൽ പിന്നീട് 2025 മാർച്ചിലെ ആ ഒരു +2 പരീക്ഷ മാത്രമേ എഴുതാനായിട്ട് സാധിക്കുള്ളൂ. ഇത്തവണ +2 പബ്ലിക് എക്സാമിനേഷനോടൊപ്പമായിരിക്കും, അതായത് ഇത്തവണ +2 പബ്ലിക് എക്സാമിനേഷനോടൊപ്പം അല്ല +1 ഇമ്പ്രൂവ്മെൻറ്റ്. അടുത്ത വർഷം തൊട്ട് ഈ ഒരു +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ സെപ്റ്റംബർ മാസത്തിൽ നടക്കില്ല, അതായത് ആ ഒരു രീതിയിൽ നടത്തില്ല എന്നാണ് പുതിയ സർക്കുലർ പ്രകാരം പറഞ്ഞിട്ടുള്ളത്. അത് മാർച്ച് മാസത്തിലെ +1 എക്സാമിനേഷനോടൊപ്പമായിരിക്കും +1 ഇമ്പ്രൂവ്മെൻറ്റ് കൂടി നടത്തപ്പെടുക. അതുകൊണ്ട് തന്നെ അതൊരു അതായത് അമിതഭാരമായിരിക്കും അത് പഠിക്കുന്നതിനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു +2 പരീക്ഷ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. +2 തോറ്റാലും +2 സേ ഉണ്ടല്ലോ എന്ന് കരുതി ഇരിക്കാതിരിക്കുക. കാരണം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ടെൻഷൻ തന്നെയായിരിക്കും. കാരണം നിങ്ങളോടൊപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ പാസ്സാവുന്ന സമയത്ത് നിങ്ങൾ ജയിക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഉള്ള നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന അതായത് ഏകദേശം ഇനി 1 മാസം കൂടി മാത്രമേ ഉള്ളൂ പരീക്ഷയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത്
നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ +2 മോഡൽ പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി നിങ്ങളുടെ ആ ഒരു പഠനം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.